മീനാക്ഷി, എനിക്ക് അവളെ കാണണം. ഓക്കെ. അവന് പാതിരാത്രിക്ക് അങ്ങോട്ട് പോണ്. അവനോ? നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കി എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയാ. വിട്ടരുതവനെ. ഫോളോ മീ. വാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുടിക്കണ്ടെന്ന്. ഞാനൊരു 90 കഴിച്ചോളൂ. എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. ബ്ലഡി ഫൂൾ. മിസ്റ്റർ ബ്രൂണോ, എന്നാലും അവൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ നമ്മ പോണത്. ഓഹോ. വാ. ഈശ്വര, മീനാക്ഷി ഉറങ്ങിക്കാണല്ലേ. അമ്മാവൻ ഉറങ്ങിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഗേറ്റ് ചാടണ്ട, ശബ്ദം കേൾക്കും. അയ്യോ, അടുത്ത വീട്ടിലെ പട്ടികൾക്ക് ഉറക്കമില്ലേ? ഇത് വെച്ച് കയറാം. ആരുമില്ല, ഭാഗ്യം. എടുത്തേക്കാം, തിരിച്ചു ചാടാനുള്ളതല്ലേ. മിസ്റ്റർ ബ്രൂണോ, സെർച്ച് ചെയ്യൂ. ബോസേ, ദേവൻ. അതെ, ഇവൻ നമ്മളൊക്കെ വലിയ കളനാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ മോഷ്ടിക്കാൻ കയറിക്കണത്? That is another matter. എന്നാൽ ഇവൻ ഈ മതിലെങ്ങനെ ചാടി? ബോസ്, ഇവൻ മതിൽ ചാടിയെങ്കിൽ നമുക്ക് ഗേറ്റ് ചാടാം. നോ, അമ്മ ലോങ് ജമ്പ് ചാടിയാൽ മകള് ഹൈ ജമ്പ് ചാടുമെന്നല്ലേ ശാസ്ത്രം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സമയമുണ്ടല്ലോ, നമുക്ക് പ്ലാൻ ചെയ്യാം. അതിനു മുമ്പ് അവൻ രക്ഷപ്പെട്ടാൽ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നു. പ്ലാനിങ്ങിനൊന്നും കുറവില്ലല്ലോ. നിനക്കറിയോ, എന്റെ ചെല്ല പേര് തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്. പിന്നെ എന്റെ പ്ലാനിങ്ങിൽ അസൂയമൂത്ത ചിലർ എന്റെ വീട്ടുപേർ ചേർത്ത് മൂലമറ്റത്ത് പ്ലാൻ ചെയ്യുന്നു വിളിക്കാറുണ്ട്. ഭാഗ്യം, പട്ടാളം ഉറങ്ങിക്കാണും. മീനാക്ഷി, ഇവിടെ എന്തോന്ന് ഉറക്കക്കുളി വെച്ചിട്ട് കിടക്കുന്ന മീനാക്ഷി. മീനാക്ഷി, ഇനി പുറകുവശത്തെ റൂമിലെങ്ങാനാണോ? മീനാക്ഷി, അവളുടെ ഒടുക്കത്തെ ഉറക്കം. പുറകോട്ട് ചെല്ലാം. ബണ്ണ, ഈ പാതിരാത്രിക്ക് എവിടെ കിട്ടാനാണ്? തിന്നണ ബെന്നല്ല, ബെൻ കുഞ്ഞു നിൽക്കാൻ. അയ്യോ, ഇതാണല്ലോ ബോസിന്റെ മൂലമറ്റത്തെ പ്ലാനിങ്. എവിടെയാണ്? വെടി പൊട്ടി. എങ്ങോട്ടോടാ?